എന്റെ അമ്മയുടെ മനസ്സിൽ പദവികളേ ഉള്ളൂ. പരിഷ്കാരങ്ങളില്ല, സ്നേഹമുള്ള മനുഷ്യരുമില്ല. എടാ, അമ്മയ്ക്കത് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ ചെയ്യുന്നത് കൂടുതലായി പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ക്ഷമിച്ച് കളയാനേ പറ്റൂ. നന്ദിനിയുടെ കാര്യത്തിലായാലും നിന്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയും ഞാൻ ഇനി കാണിക്കില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ കൂടെ നിന്നേ പറ്റൂ. നിങ്ങൾ എന്നെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം. പതുക്കെ. അടക്കട്ടെ. വീൽ ചെയർ എടുക്കട്ടെ സർ? വേണ്ട. എന്നാ നടക്കാല്ലേ സർ? വേണ്ട, എനിക്കേ നടക്കാൻ പറ്റില്ല. താനേ എന്നെ എടുത്തുകൊണ്ട് പോയാ മതി. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ആ ദുർഭൂതങ്ങൾ മുഴുവൻ ഹാളിലിരിക്കുന്നുണ്ടാവും. അവരുടെ മുമ്പിൽ കൂടെ താൻ എന്നെ എടുത്തോണ്ട് പോണം. സാറിന് ഇതുവരെ മതിയായില്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലേ നന്ദിനി, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ മുമ്പിലൂടെ താൻ എന്നെ എടുത്തോണ്ട് പോകുമ്പോ അവരുടെയൊക്കെ നെഞ്ചിൽ ഒരു എരിച്ചിലുണ്ടാവും. അതെനിക്ക് കാണണം. അതിനു വേണ്ടി മാത്രമാണ്. കമോൺ നന്ദിനി, പോവാ നമുക്ക്. വാ. എന്നെ കൊണ്ട് സാർ എന്തൊക്കെയാ ചെയ്യിക്കുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? അതെ, എല്ലാം എനിക്കറിയാം നന്ദിനി. ഇപ്പൊ ഞാൻ ചെയ്യുന്നതൊന്നും അവരെ ദേഷ്യം പിടിപ്പിക്കാനൊന്നും അല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പല തവണ ഞാൻ എന്നോട് പറഞ്ഞു. ഇപ്പോഴും അത് തന്നെ ഞാൻ പറയുന്നു. താൻ വാ. പഠിച്ചോ. നന്ദിനി, പതിയെ. തനിക്ക് പറ്റുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് പോയാലും മതി. വേണ്ട സർ. ഓക്കെ, വേണമെങ്കിൽ വേണ്ട. എന്നാ പിന്നെ പോവാം. ബൈ. മമ്മി, ഇന്നലെ അവൻ നടന്നത് നമ്മൾ കണ്ടത്. എന്നിട്ട് ഇപ്പേ കാണിക്കുന്നത് നമ്മുടെ മുൻപിൽ അഹങ്കാരമല്ലേ? എന്നാലും നന്ദിനിയെ സമ്മതിക്കണം. അളിയനെ താങ്ങിയെടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ. മുടിഞ്ഞ ആരോഗ്യ. അവൾ അവനെ ഇങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ അതിനുള്ള ലക്ഷ്യം വേറെയാ. എനിക്ക് ഇതൊക്കെ നിസ്സാരമാണെന്ന് നമ്മളോട് വിളിച്ചു പറയുന്നതിന് തുല്യം. നിങ്ങളൊക്കെ നിലത്ത് നിൽക്കുമ്പോഴും എന്റെ ഭർത്താവ് എന്റെ ചുമലില് നിൽക്കുന്നു എന്നുള്ള ധൈര്യം, ഒറ്റ ദിവസം കൊണ്ട് എല്ലാത്തിനും മുകളിൽ എത്തി എന്നുള്ള അഹങ്കാരം, നിലമറന്നും സ്ഥാനം മറന്നും വീട്ടുവേലക്കാരി അഹങ്കരിക്കാൻ തുടങ്ങിയതിന്റെ തെളിവ്. അച്ഛൻ, മകൻ, വീട്ടുവേലക്കാരി, അധികാരം ഉറപ്പിച്ചു. ഇനി ഏതെങ്കിലും ഒരു പക്ഷം വീണേ പറ്റൂ. അത് നമ്മളാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം.
നന്ദിനി മോള് സാറിനെ കൊണ്ട് വരുന്നത് കണ്ടപ്പോ ബാക്കിയുള്ളവരുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. അവർക്ക് സ്വപ്നത്തിൽ പോലും ഇങ്ങനെ വിചാരിക്കാൻ പറ്റുമോ സാറേ? ഇല്ല രാജുവേട്ടാ, അതെ, ഒരാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എന്റെ നന്ദിനെ കൊണ്ട് മാത്രം. അതെ അതെ. നന്ദിനി, ഇത്രയും ഭാരമുള്ള എന്നെ താൻ എങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ട് കൊണ്ടുവരുന്നത്? അത് സാർ, അത് മനസ്സിലായി മനസ്സിലായി. നമ്മുടെ ഈ നാട്ടിൻപുറത്തെ പെണ്ണുങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങള് ഒന്നുമില്ല. ഞങ്ങള് മല കയറും, ചാക്ക് ചുമക്കും, എത്ര കുഴപ്പം പിടിച്ച കാര്യമായാലും ഞങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. അതൊക്കെ അല്ലേ താൻ പറയാൻ വന്നത്? അല്ല, നിങ്ങളുടെ നാട്ടിൻപുറത്തെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടോ? സാറേ, കണ്ടിരിക്കുന്നവര് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ നിങ്ങൾ രണ്ടാളും മുഴുവൻ നേരവും ഇങ്ങനെ നടന്നിരുന്നു എന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു എന്നറിയോ? ഓ ഓ നന്ദിനി എനിക്ക് പെങ്ങളെ പോലെയാണ് സാറേ. അതിന്റെ മുഖത്ത് ഒരു ചിരി വന്ന എന്റെ മനസ്സ് നിറയും സാറേ. അതിനെന്താ, തന്റെ പെങ്ങളുട്ടിയെ ഞാൻ എപ്പോഴും അങ്ങ് ചിരിപ്പിച്ചോളാം, പോരെ? അത് മതി സാറേ. മോളെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. മോള് സാറിനെയും കൊണ്ട് നടന്നു വരുന്നത് കണ്ടപ്പോ ആ ത്രില്ലിൽ ഇങ്ങനെ കയറി പോന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. ശരി സാറേ. എന്താ മോളെ? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരുമോ? കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരൂന്നല്ല, ചൂടുവെള്ളം കൊണ്ട് വാന്ന് പറയണം. സൂര്യ സാറിന്റെ ഭാര്യയ്ക്ക് അങ്ങനെയൊക്കെ കൽപ്പിക്കാനുള്ള പവറുണ്ട്, പവർ. അല്ലേ സാറേ? രാജുവേട്ടാ, ആ വാതിൽ നടച്ചേക്കണേ. ശരി. അല്ല, വാലടയ്ക്കുന്നതിനാ? ഈ മുറിക്കത് രഹസ്യമൊന്നുമില്ലല്ലോ. ഇവിടെ നടക്കുന്നതൊക്കെ അപ്പുറത്തിരിക്കുന്ന കൂട്ടങ്ങൾ കാണണം. അവരുടെ ഉള്ളങ്ങ് നീറണം. എന്നാലല്ലേ നന്ദിനി നമുക്കൊരു സുഖം ഉണ്ടാവൂ. അതെ മോളെ.